ഇനി മെഡിക്കൽ മിനിറ്റ്. മെഡിക്കൽ മിനിറ്റിൽ ഈ ആഴ്ച ഹൃദ്രോഗത്തിനെതിരെ ഉപയോഗിച്ചു വരുന്ന ഏറ്റവും നൂതനമായ റോബോട്ടിക് സർജറിയെക്കുറിച്ച് ഡോക്ടർ നിഷ പിള്ളൈ സംസാരിക്കുന്നു. ഹൃദ്രോഗ ചികിത്സാ രംഗത്ത് വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ച റോബോട്ടിക് ഹാർട്ട് സർജറി 1998 ജർമ്മനിയിലെ ലീപ്സിക് ഹാർട്ട് സെന്ററിലാണ് ആദ്യമായി നടത്തിയത്. ഏതാണ്ട് 2 സെന്റിമീറ്റർ വരുന്ന ചെറിയ ഇൻസിഷനിൽ കൂടെ രോഗിയുടെ ശരീരത്തിലേക്ക് ഒരു എൻഡോസ്കോപ്പ് കടത്തിവിട്ട് ചെയ്യുന്ന മിഡ് ക്യാബ് അല്ലെങ്കിൽ ടി ക്യാബ് എന്ന മിനിമലി ഇൻവേസീവ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് അമേരിക്കയിലെ ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യമായി നടന്നത്. സാധാരണ താക്കോൽ പഴുത് ശസ്ത്രക്രിയയിൽ രോഗിയുടെ ശരീരത്തിലേക്ക് ഒരു എൻഡോസ്കോപ്പ് കടത്തിവിട്ട് ആന്തരിക അവയവങ്ങൾ സർജൻ ഒരു കണ്ണാടിയിൽ എന്നതുപോലെ കണ്ടുകൊണ്ട് ഈ മിറർ ഇമേജിൻ്റെ എതിർദിശയിലേക്ക് കൈകൾ ചലിപ്പിച്ചാണ് സർജറി ചെയ്യാറ്. എന്നാൽ ഇത്തരത്തിലുള്ള കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ സർജൻ്റെ കൈക്കുണ്ടാകുന്ന ചെറിയ വിറയൽ പോലും ഹൃദയത്തിൻ്റെ എൻഡോസ്കോപ്പിക് സർജറിയിൽ വരുത്തുന്ന ചെറിയ പിഴവുകൾ വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാവും എന്ന തിരിച്ചറിവാണ് റോബോട്ടിക് സർജറിക്ക് അല്ലെങ്കിൽ ഡാവിഞ്ചി സിസ്റ്റം ഉപയോഗിച്ചുള്ള ഹാർട്ട് എൻഡോസ്കോപ്പിക് സർജറിക്ക് കാരണമായത്. റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ ഒരു യന്ത്ര മനുഷ്യൻ്റെ രൂപമാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിലും ഡാവിഞ്ചി ഡിവൈസിന് ഒരു ടേബിളിൽ ഘടിപ്പിച്ച 5-6 കൈകൾ മാത്രമാണുള്ളത്. റോബോയുടെ ഒരു കൈയിൽ എൻഡോസ്കോപ്പും മറ്റു കൈകളിൽ നിരവധി സർജിക്കൽ ഉപകരണങ്ങളും ഘടിപ്പിക്കുകയാണ് ചെയ്യാറ്. പ്രധാന സർജൻ ഓപ്പറേറ്റിംഗ് റൂമിന് പുറത്ത് ഒരു കമ്പ്യൂട്ടർ കൺസോളിൻ്റെ സഹായത്തോടെ ആന്തരിക അവയവങ്ങളെ ഏതാണ്ട് 10 മടങ്ങ് വലുതാക്കി ദർശിച്ചുകൊണ്ട് ജോയ്സ്റ്റിക് എന്ന ഹാൻഡ് കൺട്രോൾ ഡിവൈസ് ഉപയോഗിച്ച് റോബോയുടെ ചലനങ്ങളെ നിയന്ത്രിക്കുകയാണ് ചെയ്യാറ്. ഒരു വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർജിക്കൽ ടീം ഓപ്പറേറ്റിംഗ് റൂമിനുള്ളിൽ രോഗിയോടൊപ്പം യന്ത്രത്തിനാവശ്യമായ ഡിവൈസസ് മാറ്റിവെക്കുകയും രോഗിയുടെ അവസ്ഥയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കീഹോൾ സർജറി അഥവാ എൻഡോസ്കോപ്പിക് സർജറി ആയതുകൊണ്ട് തന്നെ വേദന, ഇൻഫെക്ഷൻ ഇവയുടെ റേറ്റ് തുലോം കുറവാണ്. അതുപോലെ തന്നെ രോഗിക്ക് 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഏതാനും ദിവസത്തിനകം റിക്കവർ ചെയ്ത് ആശുപത്രി വിടാൻ സാധിക്കുമെന്നതും ഇത്തരത്തിലുള്ള സർജറിയുടെ വലിയൊരു നേട്ടമാണ്. എന്നാൽ പ്രധാന കോട്ടമായി പറയപ്പെടുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ് ഇതിനാവശ്യമാണ്. വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള സർജൻസിന് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ അനസ്തേഷ്യയുടെ സമയം സാധാരണ ഓപ്പൺ ഹാർട്ട് സർജറിക്ക് ഉപയോഗിക്കുന്നതിൽ ഏതാണ്ട് ഇരട്ടി സമയം അനസ്തേഷ്യ വേണ്ടി വരുന്നത് കൊണ്ട് അത്രയും അനസ്തെറ്റിക് എക്സ്പോഷർ രോഗിക്കുണ്ടാവുന്നുണ്ട്. അമേരിക്കയിലെ ഏതാണ്ട് 100-ൽ പരം ആശുപത്രികളിൽ പ്രത്യേക ട്രെയിനിങ് നേടിയ സർജന്മാരുടെ മേൽനോട്ടത്തിൽ നടത്തിവരുന്ന റോബോട്ടിക് സർജറിക്ക് ഭാവിയിൽ പ്രചാരമേറും എന്ന് കരുതപ്പെടുന്നു. ലോകവ്യാപകമായി സ്പെഷ്യലിസ്റ്റുകളുടെ സേവനം ലഭ്യമാക്കാൻ സാധിക്കും എന്നതാണ് റോബോട്ടിക് സർജറിയുടെ കാതലായ നേട്ടം. ഇന്ത്യയിലുള്ള ഒരു രോഗിക്ക് അമേരിക്കയിലുള്ള ഒരു സർജൻ ഓപ്പറേഷൻ ചെയ്യുന്ന കാലം ഇനി വിദൂരത്തല്ല. ഇനി അമേരിക്കൻ മലയാളികളുടെ വാർത്തകളും വിശേഷങ്ങളും ഉൾപ്പെടുത്തിയ കമ്മ്യൂണിറ്റി റൗണ്ട്. കേരള അസോസിയേഷൻ ഓഫ് ലാസ് വേഗസിന്റെ പ്രസിഡന്റ് ജോൺ ജോർജിനെ ഫോമ നാഷണൽ കൺവെൻഷന്റെ കോ കൺവീനറായി തിരഞ്ഞെടുത്തു. ജോൺ ജോർജിന്റെ പ്രവർത്തന പരിചയം കൺവെൻഷന്റെ വിജയത്തിന് മുതൽക്കൂട്ടാകും എന്ന് ഫോമ പ്രസിഡന്റ് ജോൺ ടൈറ്റസ് പറഞ്ഞു. സൗത്ത് ഫ്ലോറിഡയിലെ കോറൽ സ്പ്രിംഗ്സ് ആരോഗ്യമാതാ പള്ളി ഇടവക ദിനവും ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ സിൽവർ ജൂബിലി ആഘോഷവും വിവിധ പരിപാടികളോടെ വിപുലമായി ആഘോഷിച്ചു. ഈ ചടങ്ങിൽ സീറോ മലബാർ സഭ ഷിക്കാഗോ രൂപത അധ്യക്ഷൻ മാർ ജേക്കബ് അങ്ങാടിയത്ത് മുഖ്യാതിഥിയായിരുന്നു. വികാരി ഫാദർ സക്കറിയാസ് തോട്ടുവേലിൽ മറ്റ് ഭാരവാഹികളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി കലാപരിപാടികളും അരങ്ങേറി. കടന്നുപോയ വർഷങ്ങളിലെ ചെറുതായിട്ട് തുടങ്ങി വളർച്ചയുടെ പാതയിലൂടെ ഇത്രത്തോളം എത്തുവാൻ കാരണവനായ കർത്താവ് ഈ കാത്തലിക് അസോസിയേഷനെ സഹായിച്ചു. ഷിക്കാഗോ മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചെണ്ടമേള മത്സരം സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 10-നാണ് മത്സരം. ഷിക്കാഗോവിലെ തബല ആർട്ടിസ്റ്റായിരുന്ന നടേശൻ പണിക്കരുടെ സ്മരണയ്ക്കാണ് ഈ മത്സരം നടത്തുന്നത്. ഡൽഹിയിലെ മലയാളി നഴ്സുമാർ നടത്തിവന്നിരുന്ന സമരത്തിന് ഫൊക്കാനയുടെയും പെൻസിൽവേനിയ ഇന്ത്യൻ അമേരിക്കൻ നഴ്സസ് അസോസിയേഷന്റെയും സഹായഹസ്തം. ഫൊക്കാന പ്രസിഡന്റ് പോൾ കറുകപ്പള്ളിൽ, പിയാനോ ഭാരവാഹികളായ ബ്രിജിറ്റ് ജോർജ്, ബ്രിജിറ്റ് വിൻസെന്റ് എന്നിവർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ധനസഹായം നൽകി.
ഹ്യൂസ്റ്റൺ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നാദബ്രഹ്മ ഓർക്കസ്ട്രയും സുനന്ദ സ്കൂൾ ഓഫ് ഡാൻസിന്റെയും ആഭിമുഖ്യത്തിൽ ശ്രുതിലയം 2010 അരങ്ങേറി. സ്റ്റാഫോർഡ് സിവിക് സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങ് സ്റ്റാഫോർഡ് പ്രോറ്റം മേയർ കെൻ മാത്യു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നൃത്തങ്ങളും അരങ്ങേറി.